സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെക്കുറിച്ച് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും നിലപാട് വ്യത്യസ്തമാണ്. അഭിനേതാക്കളെല്ലാം അസാന്മാർഗികളാണെന്ന അഭിപ്രായം സർക്കാരിനില്ല. സർക്കാർ ചൂഷണം നേരിടുന്നവർക്കൊപ്പമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചുവെങ്കിലും വി.ഡി. സതീശൻ അതിനെതിരെ രംഗത്ത് വന്നിരുന്നു. സിനിമാ മേഖലയിൽ സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഷൂട്ടിംഗ് സെറ്റുകളിൽ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും ലൈംഗിക അതിക്രമങ്ങൾ തടയണമെന്നുമാണ് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടത്. സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതല്ലെന്നും ജസ്റ്റിസ് ഹേമ 2020 സർക്കാരിന് നൽകിയ കത്തിൽ ആളുകളുടെ സ്വകാര്യത പരിഗണിച്ച് റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറഞ്ഞിരുന്നുവെന്നും 2024 ഈ ഉത്തരവ് തിരുത്തിയെങ്കിലും പിന്നാലെ നിയമ തടസ്സങ്ങൾ ഉണ്ടായെന്നും മുഖ്യമന്ത്രി പറയുന്നു. ഇവയെല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടതെന്നുമാണ് മുഖ്യമന്ത്രി അവകാശപ്പെട്ടത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകൾ വന്നപ്പോൾ കമ്മീഷണർ ഇടപെട്ടു. ഇതിന് പിന്നാലെ റിപ്പോർട്ട് പരസ്യപ്പെടുത്തരുതെന്ന് 2020 വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടു. ഇതിലാദ്യത്തെ പ്രശ്നം ഇത് പൂഴ്ത്തിയോ എന്നുള്ളതാണ്. ഇതിൽ ഒരു പൂഴ്ത്തലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ തന്നെ 2020 ഫെബ്രുവരി 19 സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇവിടെ തങ്ങളുടെ കമ്മിറ്റി മുൻപാകെ സിനിമാ മേഖലയിലെ ചില വനിതകൾ നടത്തിയത് തികച്ചും രഹസ്യാത്മകമായ വെളിപ്പെടുത്തലുകളാണ്. ആയതിനാൽ യാതൊരു കാരണവശാലും താനടങ്ങുന്ന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ കത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ കത്തിലെ പ്രധാന ഭാഗം ഞാൻ ഉദ്ധരിക്കാം. വി ഹാവ് ബീൻ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ലേഡ് ഡൗൺ ബൈ ദ സുപ്രീം കോർട്ട് ഇൻ വേരിയസ് ഡിസിഷൻസ് ഇൻ കീപ്പിംഗ് ദ മാറ്റർ എക്സ്ട്രാ കോൺഫിഡൻഷ്യൽ. ഇറ്റ് വുഡ് ആൾസോ ടേക്ക് ദ ലിബർട്ടി ടു അലേർട്ട് യു ടു ഫോളോ ദീസ് പ്രിൻസിപ്പിൾസ് ബിഫോർ പാർട്ടിംഗ് വിത്ത് ദ റിപ്പോർട്ട് ടു എനിബഡി ഇൻ എ റുട്ടീൻ മാനർ. ഇതാണ് അവർ അയച്ച കത്തിൽ പറയുന്നത്. വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ പങ്കിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിവരാവകാശ നിയമപ്രകാരം ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് അപേക്ഷകൾ സാംസ്കാരിക വകുപ്പിന്റെ മുഖ്യ വിവരാവകാശ ഓഫീസർക്ക് വന്നപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു. അതിനെതിരെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ഒരു മാധ്യമപ്രവർത്തകൻ 2020 തന്നെ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു. റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുള്ളതിനാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ലെന്ന് 2020 ഒക്ടോബർ 22 കമ്മീഷൻ ചെയർമാൻ വിൻസൺ എം പോൾ ഉത്തരവിട്ടു. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും പരിഹാര നടപടികളും പ്രത്യേക ഭാഗത്തായി നൽകിയിരുന്നില്ല. സാക്ഷിമൊഴികളും പരിശോധനാ വിധേയമാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ വെളിപ്പെടുത്തേണ്ടവ ഏതെന്ന് വിഭജിച്ചെടുത്ത് ചൂണ്ടിക്കാട്ടുക അസാധ്യമാണെന്ന് നിരീക്ഷിക്കുകകൂടി ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ട് വെളിപ്പെടുത്താൻ നിർവാഹമില്ലെന്ന് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം ഹേമ കമ്മീഷൻ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കാപട്യം നിറഞ്ഞതാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറഞ്ഞിട്ടില്ല എന്നും റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നതെന്നും സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. പോക്സോ നിയമപ്രകാരം വരെ കേസെടുക്കേണ്ട കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നും 4.5 കൊല്ലത്തോളം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും അതിൽ നടപടിയെടുക്കാത്ത മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. We have been following the principles laid down by the Supreme Court in various decisions in keeping the matter extra confidential. I would also take the liberty to alert you to follow these principles before parting with the report to anybody in a routine manner. routine mannerൽ സാധാരണഗതിയിൽ ഈ റിപ്പോർട്ട് പുറത്തേക്ക് കൊടുക്കുമ്പോൾ സുപ്രീം കോടതിയുടെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണമെന്നാണ്. അതിൻ്റെ അർത്ഥം റിപ്പോർട്ട് പുറത്തു കൊടുക്കരുതെന്നാണോ? റിപ്പോർട്ട് പുറത്തു കൊടുക്കുമ്പോൾ ചെയ്യേണ്ട എന്താണ് സൂക്ഷിക്കേണ്ടത് എന്ന് ആണ് അവർ അലേർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഇരകളുടെ പേരുകളൊന്നും പുറത്തു വരാൻ പാടില്ല, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് സുപ്രീം കോടതി വിധി. എന്നിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഹേമ കമ്മീഷൻ പറഞ്ഞത് പുറത്തു കൊടുക്കരുത്. ഹേമ കമ്മീഷൻ പുറത്തു കൊടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഒരു കമ്മീഷൻ എഴുതിയ ഹേമ കമ്മിറ്റി എഴുതിയ ഒരു ലെറ്റർ ഇങ്ങനെ ദുർവ്യാഖ്യാനം ഇത് പുറത്തു പോലെന്നാണ് മുഖ്യമന്ത്രി വിചാരിച്ചത്. അത് പുറത്തു വന്നു. ആ പുറത്തു വന്ന കത്തിൽ വളരെ വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി വരെ വന്നിരുന്നു നുണ പറയാണ്. ആരെ രക്ഷിക്കാനാണ്? വേട്ടക്കാരെ രക്ഷിക്കാൻ.
വേട്ടക്കാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പോലീസിന് റിപ്പോർട്ട് ചെയ്യാത്ത സർക്കാരിൻ്റെ നടപടി, മന്ത്രിമാരുടെ നടപടി, മുഖ്യമന്ത്രിയുടെ നടപടി ക്രിമിനൽ കുറ്റമാണ്.